ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ബി ടി എസിൻ്റെ കഥയെ പറ്റിയാണ് ഗായ്സ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതെ, കൊറിയൻ വേൾഡിൽ ഫേമസ് ആയിട്ടുള്ള ബാൻഡ് ഗ്രൂപ്പാണ് ബി ടി എസ്. ബുള്ളറ്റ് പ്രൂഫ് ബോയ് സ്കോട്ട് എന്നാണ് ബി ടി എസിൻ്റെ ഫുൾ ഫോം. ഇതിൻ്റെ ലീഡറാണ് RM. 11 വയസ്സായപ്പോൾ തന്നെ കവിതകളെല്ലാം എഴുതുമായിരുന്നു. ആൾക്ക് ഹിപ്പ് ഹോപ്പ് മ്യൂസിക്കിനോട് വല്ലാത്ത ഇഷ്ടം തോന്നി. അച്ഛനും അമ്മയും എല്ലാവരും വേണ്ട എന്ന് പറഞ്ഞിട്ടും അയാളുടെ അമ്മയ്ക്കൊന്നും ഇഷ്ടമല്ലായിരുന്നു. കാരണം അയാളുടെ IQ ലെവൽ 140% ആയിരുന്നു. 8ാം ക്ലാസ്സിൽ അയാളായിരുന്നു ആ സ്റ്റേറ്റിൽ തന്നെ ഏറ്റവും ടോപ്പ് സ്റ്റുഡൻസ്. അതുകൊണ്ട് തന്നെ അയാളുടെ അമ്മയ്ക്ക് ഈ ബാൻഡൊന്നും ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ അയാളുടെ കമ്പ്യൂട്ടറും മൈക്കും എല്ലാം അടിച്ച് തകർക്കുകയായിരുന്നു അയാളുടെ അമ്മ. അങ്ങനെ അയാൾ എഴുതിയ ലിറിക്സ് എല്ലാം ഒളിപ്പിച്ചു വയ്ക്കുമായിരുന്നു. അടുത്തതാണ് ബി. ഒരു കുഗ്രാമത്തിൽ ഒരു ദരിദ്ര കർഷകൻ്റെ മകനായിട്ടാണ് ബി ജനിച്ചത്. സാമ്പത്തിക പ്രശ്നങ്ങളും ായിരുന്നു. ഞാനും എൻ്റെ അച്ഛനെപ്പോലെ കർഷകനാകുമെന്നായിരുന്നു ബി വിചാരിച്ചത്. വിയുടെ മുത്തശ്ശി സമ്മാനമായി നൽകിയ സക്സാഫോൺ വായിക്കാൻ പഠിച്ചതിലൂടെ എല്ലാം മാറിമറിഞ്ഞു. അയാൾ മ്യൂസിക്കിനെയും ഡാൻസിനെയും പ്രണയിക്കാൻ തുടങ്ങി. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബിഗ് ഹിറ്റിൻ്റെ ഓഡിഷന് പോയാണ് ബി ടി എസിൻ്റെ ഭാഗമായി മാറിയത്. നെക്സ്റ്റ് വരുന്നതാണ് ജെ-ഹോപ്പ്. ചെറുപ്പം തൊട്ടേ ബാൻഡ് ഒരുപാട് ഇഷ്ടമായിരുന്നു കൊണ്ട് തന്നെ ജെ-ഹോപ്പ് കുട്ടിക്കാലത്തു തന്നെ ഡാൻസിന് കുറേ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ സ്വന്തം അച്ഛൻ ഇതെല്ലാം എഗെയിൻസ്റ്റ് ആയിരുന്നത് കൊണ്ട് അതേ സമയം തന്നെ അമ്മ എല്ലാ കാര്യത്തിനും അയാളെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജെ-ഹോപ്പിന് സ്വന്തം അമ്മയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. സ്വന്തം അമ്മയ്ക്ക് വേണ്ടി ഒരു പാട്ട് തന്നെ കമ്പോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബി ടി എസിൻ്റെ ഭാഗമായതോടെ അയാളുടെ അച്ഛനും അയാളുടെ പാഷനെ അംഗീകരിക്കാൻ തുടങ്ങുന്നു. അടുത്ത സെക്കൻഡ് പറഞ്ഞാണ് സുഗ. കുട്ടിക്കാലത്ത് തൊട്ടേ മ്യൂസിക് ജീവനായിരുന്നു. അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരിക. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സുഷിക കുട്ടിക്കാലത്ത് തൊട്ടേ മ്യൂസിക് ജീവനായിരുന്നു. അതുകൊണ്ട് തന്നെ യൂഷ്വൽ സ്റ്റഡിയിലൊന്നും ആൾ തലവെച്ചിട്ടില്ല. പകരം ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ പോയി ജോലി ചെയ്തു. അതുകൊണ്ട് തന്നെ അങ്ങോട്ടുള്ള ജീവിതം എക്കണോമിക്കലി ഭയങ്കര വീക്കായിരുന്നു. $2 മാത്രമായിരുന്നു കിട്ടിയിരുന്നത്. ഒന്നില്ലെങ്കിൽ വീട്ടിലേക്ക് ബസ്സിൽ പോവുക, അല്ലെങ്കിൽ നല്ല ഫുഡ് കഴിക്കാം. ദിവസം വീട്ടിലേക്ക് നടന്നായിരുന്നു പോകുന്നത്. നെക്സ്റ്റാണ് RG. ആൾ ആക്ടിങ് ആയിരുന്നു പഠിച്ചതൊക്കെ. അതുകൊണ്ടു തന്നെ ബി ടി എസിൽ വന്നപ്പോൾ ഡാൻസിങ്ങിലോട്ട് പോയതിനു ശേഷം ക്രിറ്റിസിസം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ദിവസം മുഴുവൻ ഹോട്ടൽ മുറികളിലിരുന്ന് 5 മണിക്കൂർ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ആൻഡ് നൗ ഹി ഈസ് ആൻ അൺഅവോയ്ഡബിൾ പാർട്ട് ഓഫ് BTS. ജെമിനാണ്. ബി ടി എസിൽ വന്നിട്ടും തടി കുറയാത്തതിൻ്റെ പേരിൽ ഒരുപാട് ക്രിറ്റിസിസം നേരിടേണ്ടി വന്നിട്ടുണ്ട് ആളാണ് ജെമിൻ. ആരെങ്കിലും ഫോട്ടോഗ്രാഫി മോശമാണെന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് കൂട്ടുകയാണ് ജെമിൻ ചെയ്യുന്നത്. ഇപ്പോൾ ടോപ്പ് മോസ്റ്റ് ഡാൻസർ ആണ് ബി ടി എസിൽ. നെക്സ്റ്റ് വരുന്നതാണ് ജങ്കുക്ക്. ആൾ ഭയങ്കര നാണമുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ആരെങ്കിലും എന്തെങ്കിലും കുറവുകൾ പറയുന്നത് ഇഷ്ടപ്പെടില്ല. അതേപോലെ തന്നെ ആൾ ഭയങ്കര സെൽഫ് സെറ്റേർഡ് ആയിരുന്നു. സ്വന്തം സാധനങ്ങൾ ഷെയർ ചെയ്യാനും താല്പര്യമില്ലായിരുന്നു. 15 വയസ്സായപ്പോൾ BTS ചേർന്നു. അങ്ങനെ ഇങ്ങനെ ഇടപഴകിയിട്ടാണ് ഒരു ക്യാരക്ടർ മൊത്തത്തിൽ മാറിയത്. അതുകൊണ്ട് തന്നെ ഈ BTSനോട് സ്പെഷ്യൽ അറ്റാച്ച്മെൻറ്റും ഈ ജങ്കുക്കിനുണ്ട്. ബിക്കോസ് ഹീ നോൺ ആസ് ദേ ഡെവലപ്ഡ് ഹിം. ഇതുകൊണ്ട് തന്നെ ഈ BTSലെ ഏതെങ്കിലും ഒരു
മെമ്പർക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രോബ്ലം വന്നാൽ തന്നെ ആദ്യം അവിടെ കരയുന്നത് ജങ്കുക്ക് ആയിരിക്കും. സോ പണ്ട് എല്ലാവർക്കും കളിയാക്കിയ BTS ഇന്ന് എല്ലാവർക്കും ഒരു വികാരമായി മാറിയിരിക്കുന്നു. 2010-ൽ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളുടെ ലിസ്റ്റിൽ വന്നു BTS. ഇന്ന് ലോകത്തിലെ ഏറ്റവും ഏതറ്റത്ത് പോയാലും കാണാം BTSന്റെ ആർമി. നിങ്ങളൊരു BTS ഫാനാണോ നിങ്ങൾ BTS ഫാൻ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം, കമൻറ്റ് ചെയ്യുക. ഓക്കെ.